ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കണം. ലവ്വിനെ കാട്ടിത്തരാത്തേന് ഇപ്പോൾ മുന്നേ തടിയുള്ള പ്രശ്നമായിരുന്നു, ഇപ്പോൾ മെലിഞ്ഞു എന്നാണ്. പക്ഷേ എനിക്കിപ്പോൾ ജോലൈനൊക്കെ വന്നു. ഇവിടെയൊക്കെ എക്സസൈസ് ചെയ്തിട്ടൊന്നുമല്ല, ഫുഡ് കഴിക്കുന്നുണ്ട്. എന്താ ദേഹത്ത് പിടിക്കണില്ല, നല്ല കാര്യമല്ലേന്ന്. ഇനി ഞാൻ എൻ്റെ ശുഞ്ചിരി മുഞ്ചിരി കുക്കാപ്പി ലവ്വി ബാബിനെ കാട്ടിത്തരാം. ഇഞ്ചേരി ബെഡൊക്കെ കൂത്തു മറിച്ചിട്ടൊക്കെയാണ്. ഇവിടെ ഫുള്ള് തുള്ളലും ചാടലും മറയിലൊക്കെയാണ് ലവ്വി. പാതുനെ നോക്കണേക്കാട്ടും പാട് ലവ്വിനെ നോക്കാനാണ്. അതുപോലെ കുറുമ്പാണ്. ഇപ്പൊ അവൾ തന്നെ ചെയ്യുന്ന പരിപാടികളാണ് ഇവിടെ. ഡാൻസ് കളിച്ച് കാറ്റ് കൊടുക്കും. ടുക്കു 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 ടുക്കു. ആടി ലവ്വി. അവളും ഉണ്ട് അവളുടെ ഒരു അവളുടെ പോലെ തന്നെ ക്യൂറ്റായിട്ടുള്ള ഡോൾഫിൻ കുഞ്ഞിൻ്റെ ഫ്ലാഷ് എന്താവോ ഇങ്ങനെ വരുന്നത് കണ്ടിട്ട് അവള് കണ്ണിതായിട്ടാണ്. ചിങ്കുടു 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 ടുട്ടു നല്ല ഭംഗിയുണ്ടല്ലോ ഡോൾഫിൻ കുഞ്ഞിൻ്റെ ലവ്വിയുടെ പോലെ ക്യൂട്ടായിട്ടോ. ഇത് എന്നിട്ട് തുള്ളലും മറയലൊക്കെയാണ്. ആദ്യം അവിടെ അമ്മാമ്മയുടെ അടുത്ത് പോയിട്ടുണ്ട് കേട്ടോ. ആദുബാബിയാണ് ഇത് അമ്മയുടെ കൂടെ മേലെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണെങ്കിൽ അമ്മയാണെങ്കിൽ ബാക്കിൽ നിന്ന് തീയിടലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ അവനാണെങ്കിൽ അമ്മാമ്മ വാ വാ എന്ന് പറഞ്ഞിട്ടുള്ള വേഷം കിട്ടായിരുന്നു കേട്ടോ. ലവ്വിനെ ആ നേരം കൊണ്ട് ഞാൻ എന്തേ പായ വിളിച്ചിട്ട് അപ്പൊ അതുവിന്റെ ഒപ്പൊക്കെ കളിക്കായിരുന്നു കേട്ടോ. ഇപ്പൊ നൈറ്റ് ആയിപ്പോട്ടോ വോയിസ് ഓവർ കൊടുക്കണേ. അപ്പോൾ രണ്ട് പിള്ളേരൊക്കെ കിടന്നുറങ്ങിയപ്പോൾ ഞാനിതിപ്പോൾ എന്തൊരു കാണണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫേസ് വാഷും തീർന്നു, പിന്നെ മിസലാർ വാട്ടറും കഴിഞ്ഞു, അതൊക്കെ കാട്ടാട്ടോ. പിന്നെ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ലവ്വിനവിടെ ഹോള് കെടുത്തിട്ടാണ് ഞാൻ പോരണേ. ഞാൻ ഇടയ്ക്ക് നോക്കുന്നുണ്ട് കേട്ടോ. ഈ സോപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിയ കൃഷ്ണ യൂസ് ചെയ്തിട്ട് ഭയങ്കര വൈറലായിട്ടുള്ളൊരു ആയുർവേദ സോപ്പ് ഉണ്ടല്ലോ. ഇതിൻ്റെ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അതിൻ്റെയാണ് നല്ല സോപ്പാട്ടോ. അതാണെങ്കിൽ കുറേ നാൾ നിൽക്കും ഫേസ് വാഷിനെക്കാട്ടും കൂടുതൽ. ഞാനാണെങ്കിൽ അത് യൂസ് ചെയ്യും. പിന്നെ അതേ ബ്രഷ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാനാണെങ്കിൽ മിക്ക ടൈമിലും ഡേ ഇൻ മൈ ലൈഫ് എടുക്കാനാണെങ്കിൽ കൂടുതൽ കംഫർട്ടബിൾ. ഞാനാണെങ്കിൽ പുറത്തൊന്നും അധികം അങ്ങനെ പോവാറില്ല, എപ്പോഴും വീട്ടിൽ തന്നെ ആയിരിക്കും. എനിക്കാണെങ്കിൽ ഇപ്പോഴത്തെ കംഫർട്ട് സോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് തന്നെയാണ്. വീട്ടിലിരിക്കണത്തോളം സന്തോഷം വേറെ ഒന്നും എനിക്ക് കിട്ടാറില്ല. പിന്നെ വല്ലപ്പോഴും പുറത്ത് പോകാൻ തോന്നും കേട്ടോ, പിള്ളേരൊക്കെ ഉള്ളപ്പോൾ. അപ്പോൾ പുറത്ത് തോന്നുമ്പോൾ ഞാൻ പോവും. അല്ലാണ്ട് മുന്നേ എനിക്ക് എപ്പോഴും വിഷമമായിരുന്നു, അയ്യോ പുറത്ത് പോകണില്ല മീൻസ് രണ്ട് പിള്ളേരും എടുത്ത് പോകാൻ ഭയങ്കര ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക് തന്നെയാണ്. ഇപ്പം അങ്ങനെ ഒന്നുമില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം വീട്ടിൽ തന്നെ ഇരിക്കുന്നതാണ്. നമുക്കൊരു ഫാമിലിയിലൊരു ഫംഗ്ഷൻ വരാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഈ ഡേ ഇൻ മൈ ലൈഫ് ഇരുന്നോട്ടെ. ഇനി കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ഇടയ്ക്ക് എത്തി നോക്കും ലവ്വി ബാബി എന്താണ് ചെയ്യണ കാര്യങ്ങളൊന്നൊക്കെ. പിന്നെ ഇപ്പോൾ ലോങ് വീഡിയോ കുറച്ച് നാളായിട്ട് എടുക്കാനും ഭയങ്കര മടിയായിരുന്നു. ഞാൻ കുറച്ച് ദിവസം മുന്നേ ഏതെടുത്തത് ജസ്റ്റ് ഞാൻ ഇട്ട് വെച്ചതാണ്. അല്ല കേട്ടോ, ലവ്വിയുടെ ചോറൂണിൻ്റെ ഞാൻ അന്ന് തന്നെ എഡിറ്റ് ചെയ്തിട്ടു. കുട്ടി വീഡിയോ ആയിരുന്നല്ലോ. പിന്നെ വേറെ ലോങ് വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നാമത് ക്ലോത്തിങ് സ്റ്റോറിൻ്റെ ആ ബിസിനസ് കാര്യങ്ങൾ ചെയ്യും, പിന്നെ വീഡിയോസ് കാര്യം ചെയ്യും, പിന്നെ വീട്ടിലത്തെ ഓരോ മീൻസ് എൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് സെറ്റാവും. റൂമിൻ്റെ കോലം കണ്ടില്ലേ, എന്ത് പെത്തത്തിക്ക് എന്ത് അവസ്ഥയല്ലേ. അപ്പോൾ എന്നും ഒതുക്കിയിട്ടാലും ഇതുപോലെ തന്നെ ആയി മാറും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും റൂം ഫുള്ളൊക്കെ ഒന്ന് സെറ്റാക്കാം. അപ്പോൾ ഈ സംഭവം മേടിച്ചത് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുണ്ട് കേട്ടോ. ഈ നെറ്റ് പോലത്തെ ഈ സാധനം. ലവ്വിയാണെങ്കിൽ കണ്ണ് തെറ്റിയപ്പോൾ ഊടലും ചാടലും മറയലൊക്കെയാണ്. ഇതുള്ളതുകൊണ്ട് ഇത്തിരി നല്ലതാണ്. ഇപ്പോഴാണെങ്കിൽ ഇനി ആ മറ്റേ തലോണയുടെ അപ്പുറത്തേക്ക് പില്ലോൻ്റെ ആ സൈഡിലേക്ക് ഇനി ഇട്ട് കൊടുക്കണം ആ സാധനം. കാരണം ഇപ്പോൾ അവൾ അതിൽ കൂടെ എത്തിച്ച് നോക്കാറുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ബാക്ക് സൈഡിലും മീൻസ് ഞാൻ എൻട്രി ചെയ്യണ ഒരു സംഭവമാണ്. അവിടെയും കൂടെ ഒരെണ്ണം കൂടി മേടിച്ച് വെക്കണം. കാരണം ഞാനാണെങ്കിൽ ഇവിടെ ഉറക്കിയിട്ട് ഞാൻ പോയിട്ട് ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യണേൻ്റെ ഇടയിൽ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ വേഗം ഓടിച്ചാടിയിട്ട് അവിടെ ഉറക്കത്തിൽ നിന്ന് സംസാരിക്കാണ്ട് ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ എനിക്കാണെങ്കിൽ അതിനുള്ള സമയത്താണെങ്കിൽ അച്ഛനും അമ്മയും ഞാനും ഞങ്ങളെല്ലാവരും അവൻ്റെ അടുത്തുള്ളത് കൊണ്ട് ഞാനെപ്പോഴും അവൻ്റെ അടുത്തുണ്ടായിരിക്കും. 2 പേരുള്ളതുകൊണ്ട് പിന്നെ ഞാനാണെങ്കിൽ കോണ്ടൻറ് ക്രിയേഷൻ ഒരു വർക്കായിട്ട് എടുത്തതുകൊണ്ടും എനിക്ക് ഇങ്ങനെ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ എടുക്കും. അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും കാര്യത്തിൽ ഞാനിപ്പോൾ ഒന്ന് വാഷ്റൂമിൽ പോയാൽ തന്നെ അവൾ ഓടിച്ചാടി പറക്കും കേട്ടോ. അപ്പോൾ മുന്നാണെങ്കിൽ ചേട്ടൻ്റെ വൈഫിന് വാവുണ്ടായിരുന്നുകൊണ്ട് അവൾ ഇങ്ങനെ നടക്കണതും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ആ സംഭവം എനിക്ക് മൈൻഡിൽ ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ ഇത് എന്തായാലും മേടിച്ചു. ഇനിയിപ്പോൾ എന്താ പറയുക, ബുദ്ധിമുട്ടൊന്നും ആവണ്ട, നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇവള് ആ ഇതുമ്മേ തട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവള് കരയും. അപ്പോൾ ഞാൻ ആ ടൈമിൽ ആ കേൾക്കുമ്പോൾ ഓടി വരില്ലെങ്കിൽ നമ്മൾ അറിയില്ല. അങ്ങനെ ആട്ടോ കള്ളിപ്പെണ്ണാണ് നമ്മുടെ ലവ്വി. പാവമൊന്നുമല്ല, ലവ്വി കുറുമ്പി കുട്ടിയാട്ടോ. ലവ്വി ഇപ്പോൾ എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളെ ഹോളിൽ ഞാൻ കിടത്തേക്കാണ്. ആദ്യമാണെങ്കിൽ അമ്മയുടെ കൂടെ മേലെ പോയിക്കാണ്.
പിന്നെ ഞാനാണെങ്കിൽ എന്താ പറയുക, കിട്ടിയ ചാൻസിന് ഞാൻ എല്ലാ കാര്യങ്ങളും ഒതുക്കും. പിന്നെ അത് അവിടെ വേഷം കെട്ടായി അലമ്പായി ഇതായി. അപ്പോൾ ഞാൻ അവളെ ബെഡിലേക്ക് കൊണ്ടുവന്നു കേട്ടോ. എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കും എന്തിട്ടെങ്കിലും അലമ്പ് കാട്ടണുണ്ടോ, അറ്റത്ത് വരാറായിട്ടുണ്ടോ എന്നൊക്കെ കേട്ടോ. എന്നെന്താ അവിടെ എന്തോ ആലോചിച്ചിരിക്കാൻ തോന്നുന്നു, അല്ലെങ്കിൽ അവൾ കുറുമ്പൊക്കെ കാട്ടും. അപ്പം അങ്ങനെ ഇന്നൊരു ക്ലീനിങ് ഡേ ആയിരുന്നു സത്യം പറയുകയാണെങ്കിൽ. ഷെൽഫ് ക്ലീൻ ചെയ്തു, അതുപോലെ തന്നെ റൂം ഫുള്ള് ക്ലീൻ ചെയ്തു. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തു. പിന്നെ നമ്മുടെ വീഡിയോസ് കുറേ പേര് കാണുന്നുണ്ട്. ലവ്വിക്ക് കുറേ ഫാൻസ് ഉണ്ട്. പണ്ട് ആദൂനായിരുന്നു, ലവ്വിക്ക് ഇപ്പോൾ കുറേ ഫാൻസ് ഉണ്ടെന്നൊക്കെ അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. ഇപ്പം എൻ്റെ ജർമ്മനിയിലുള്ള ഫ്രണ്ട് ഉണ്ട് ഹിമ, അപ്പോൾ അവളുടെ ചേച്ചിയുടെ ഫ്രണ്ട്സൊക്കെ നമ്മുടെ ലവ്വിയുടെ വീഡിയോസ് കാണാറുണ്ട്. മിക്കവരും ലവ്വിനെ കാണാറുണ്ട് പറഞ്ഞിട്ട് പറയാറുണ്ട്. ഇപ്പോൾ നമ്മുടെ ക്ലോത്തിങ്ങിൽ നമ്മൾ ഡ്രസ്സ് എടുക്കുന്ന ആൾക്കാർ തന്നെ വീഡിയോസൊക്കെ കാണാറുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. ഇനി പുതിയ സ്റ്റോക്ക് എടുക്കണം. കുറച്ച് തിക്കും തിരക്കൊക്കെ ആയിട്ട് ഞാൻ ആ സ്റ്റോക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയിന്. ആകെ 1-2 പീസ് മാത്രമേ ഉള്ളൂ. ഇനി പുതിയ സ്റ്റോക്ക് എടുക്കണം, വീണ്ടും നമ്മൾക്ക് സെറ്റാക്കണം കേട്ടോ. അല്ല സെറ്റാവട്ടോ നമ്മൾ. അങ്ങനെ ഈ ആവശ്യമില്ലാത്ത പില്ലോസും കാര്യങ്ങളൊക്കെ ഷെൽഫിൽ ഒതുക്കി വെച്ചു. അങ്ങനെ ഇത് എന്താ പറയുക, എളുപ്പമുള്ള കാര്യമല്ല. അതുണ്ടായപ്പോഴാണെങ്കിൽ നമുക്ക് ആദൂനെ മാത്രം ഒരാളെ ഏൽപ്പിച്ചാൽ മതി. 2 പേരാകുമ്പോൾ അവനും ആണെങ്കിൽ ചെറുതാണ്. ഈ ജാനുവരിയിൽ അവന് 3 വയസ്സാവും. ലവ്യും ചെറുതാണ്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഇപ്പോൾ സ്ട്രഗ്ലിങ് ടൈമാണ്. ആദ്യത്തെ ഒരു 3 മന്ത്സൊക്കെ എനിക്ക് പ്രാന്ത് ഇളകിയ പോലെയായിരുന്നു. എന്നും ചെയ്യാൻ പറ്റില്ല. ബോഡി ആണെങ്കിൽ ഞാനാണെങ്കിൽ പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അതിപ്പോൾ ആരെങ്കിലും പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരൊക്കെ കാണുകയാണെങ്കിൽ നന്നായിട്ട് ഫുഡ് പ്രഗ്നൻസി ടൈമിൽ കഴിച്ചോളൂ. അതിനുശേഷം ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ഫുഡ് കഴിച്ചോളൂ. ഫുഡാണ് നമുക്ക് ബോഡിയിൽ എനർജിയും കാര്യങ്ങളൊക്കെ തരുന്നത്. ഞാനാണെങ്കിൽ ഫുഡ് അതുള്ള സമയത്ത് ഡയറ്റിങ്ങൊക്കെ ചെയ്തിട്ട് എനിക്ക് കുടൽ ചുങ്ങിയിട്ടാണെങ്കിൽ എനിക്ക് പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മൊത്തത്തിൽ എനിക്ക് പ്രഗ്നൻസി ടൈമിൽ എപ്പോഴും വയ്യ ക്ഷീണമായിരുന്നു കേട്ടോ. പിന്നെ ഇവൾക്ക് വെയിറ്റ് കുറവ് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഞാൻ കഴിക്കണ്ടായിരുന്ന ഫുഡ് ഫുള്ള് ഇവളെ വലിച്ചെടുക്കണ്ടായിരുന്നു കേട്ടോ. ഞാൻ കാര്യമായിട്ട് അങ്ങനെ ഫ്രൂട്ട്സോ കാര്യങ്ങളൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല. അവസാനമൊക്കെ ആയപ്പോഴാണ് ഞാൻ അവസാനത്തെ മന്തൊക്കെ ആയിരുന്നപ്പോഴാണ് പിന്നെ ഞാൻ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ. എനിക്ക് അങ്ങനെ ഫുഡിനോട് വലിയ ക്രേവിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല ശരിക്കും. ചില സമയത്ത് തോന്നും, അല്ലാണ്ട് എനിക്ക് മൊത്തത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. അതൊരു പരിധിവരെയൊക്കെ ഹെൽപ്ഫുള്ളായിരുന്നു. പക്ഷെ ഒരു പരിധിവരെ ഹെൽത്ത് എനിക്ക് ഭയങ്കര എനർജി കുറവ് പോലെയായിരുന്നു. ഡെലിവറി കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ കാറ്റത്ത് പാരി നടക്കണ പോലെയായിരുന്നു. എനിക്ക് തീരെ വയ്യായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ വയ്യാന്നൊന്നും പറഞ്ഞ് കാട്ടിയായിരുന്നില്ല. പിന്നെ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്നും വയ്യാന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒട്ടും ഓക്കെ ആയിരുന്നില്ല. പിന്നെ ഇപ്പോൾ 6 മന്തൊക്കെ ആയപ്പോൾ ഇപ്പോൾ വീണ്ടും ഞാൻ അത്യാവശ്യം നന്നായി ഫുഡൊക്കെ കഴിച്ചു തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഫുഡ് നന്നായി കഴിക്കുമ്പോൾ നമുക്ക് നല്ല എനർജിയാണ്. അങ്ങനെ ഭയങ്കരമായിട്ടില്ല, എന്നാലും ഇപ്പോഴും എനിക്ക് അങ്ങനെ എന്തോ ഫുള്ളി അങ്ങോട്ട് ബോഡി റിക്കവർഡായി, മൈൻഡൊന്നും അങ്ങനെ പ്രോപ്പറായിട്ട് റിക്കവർ ആയിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ വല്ല മൂടൽമഞ്ഞ് പോലത്തെ ആ സ്കീമൊക്കെ ചില സമയത്ത് എനിക്ക് വരാറുണ്ട്. എനിക്ക് നല്ല ഓർമ്മക്കുറവാണ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഓർമ്മക്കുറവാണ്. ഞാനിപ്പോൾ എന്തിനാ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് എനിക്ക് എന്തിനാ ചെയ്തതെന്ന് എനിക്ക് ഓർമ്മയുണ്ടാവില്ല. അങ്ങനത്തെ വക കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ഇപ്പോൾ അവളിത് ഒരു മറിച്ചിൽ മറയണ കണ്ടില്ലേ. ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പിള്ളേരുടെ കാര്യത്തിൽ ഇപ്പോൾ 2 ആണെങ്കിലും ആദ്യം ഞാൻ ചീത്ത പറയും വഴക്ക് പറയുകയാണെങ്കിലും ഞാൻ അവരുടെ കാര്യങ്ങൾ നോക്കും. എനിക്ക് ടെൻഷൻ കൂടുതലാണ്. മീൻസ് വളർന്നു വരണതല്ലേ, ഒന്നും ഉണ്ടാവരുത് എന്നുള്ള എപ്പോഴും ഞാൻ ആ ഒരു കാര്യത്തിൽ ഭയങ്കര കോൺഷ്യസ് ആട്ടോ. എനിക്ക് നോക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഇൻസ്ട്രക്റ്റ് ചെയ്യും. അമ്മ ഇത് നോക്കുക, ആദ്യം അങ്ങനെ ചെയ്യണു, ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ ഞാൻ പറയും. ലവ്വി ഇപ്പം എൻ്റെ കൂടെയാണ് ഫുൾ ടൈം 24 മണിക്കൂറും ലവ്വി എൻ്റെ കൂടെ ആയതുകൊണ്ട് അവൻ്റെ കാര്യം ഇപ്പോൾ എന്തെങ്കിലും കാണാൻ ഞാൻ ഇൻസ്ട്രക്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ ഒതുക്കുന്ന സമയത്ത് എൻ്റെ സ്പെക്സ് കിട്ടിയിട്ടോ. ഇതാണെങ്കിൽ ആദൂൻ്റെ ഡെലിവറി ശേഷം എനിക്ക് കണ്ണിന് ഇത്തിരി പവർ കുറവ് പോലെ ഉണ്ടായിരുന്നു, വായിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത് വെച്ചപ്പോഴാണെങ്കിൽ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി ഓവർ ക്ലിയർ ആയിട്ടേക്ക് ആകെ അസ്വസ്ഥതാണ്. നമ്മൾ യൂഷ്വലി കാണുന്ന ഒരു ഇതില്ലേ, അപ്പോൾ ഇത് വെച്ചപ്പോൾ ഇത്തിരി പവർ കൂടുതലാണെന്ന് തോന്നുന്നു. എനിക്ക് ഭയങ്കര ഓവർ ക്ലാരിറ്റിയിൽ കാണുന്നു. അപ്പോൾ എനിക്ക് തലവേദന എടുക്കണം. അപ്പോൾ തന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഊരി വെച്ചിട്ടോ. എനിക്ക് പറ്റണില്ലാന്ന്, എനിക്ക് ഉള്ള കാഴ്ച മതി, എനിക്കത് വെച്ചിട്ടുള്ള കൂടുതൽ ആയിട്ടുള്ളതൊന്നും വേണ്ടാന്ന് കേട്ടോ. ഞാനിപ്പോഴായിട്ട് ശ്രദ്ധിച്ച ലവ്വി കള്ളി കേട്ടോ. ലവ്വി എത്തി നോക്കണേ കണ്ടോ നിങ്ങളെ. അവൾ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് ക്യാമറയിലേക്ക്. ക്യാമറ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാട്ടോ. ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് തൊട്ടിട്ടേ ഞാനിങ്ങനെ വീഡിയോസൊക്കെ എടുത്തിട്ട് ഇവൾക്കത് ഇങ്ങനെ പറയൽ കേൾക്കലാണെങ്കിലും ഞാനിപ്പോൾ വീഡിയോ ഇപ്പോൾ അവളെ മേലെ കൊണ്ടുപോയിട്ടോ വീഡിയോ എടുക്കുക.
ഇവളാണെങ്കിൽ പാഞ്ഞ് പെടഞ്ഞ് എൻ്റെ വീഡിയോയിലേക്ക് വരും. വീഡിയോയിൽ അവൾക്ക് ഇങ്ങനെ ചിരിക്കണം, അവൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ക്യൂട്ട്നെസ്സൊക്കെ കാട്ടി കൂട്ടണം അങ്ങനെ. അതിന് പിന്നെ ഇപ്പോൾ വലിയ ക്യാമറയിൽ വരണ ഇഷ്ടമൊന്നുമില്ല. വലിയ വലിയ ചെക്കൻ്റെ പോലെയാണ്. ഇപ്പോൾ ഇത് ക്യാമറയിൽ എടുക്കുമ്പോൾ പോന്നൊക്കെ പറയൂ കേട്ടോ. ഇപ്പോൾ ഭയങ്കര ഇപ്പോൾ സംസാരം കൂടിയിട്ടുള്ള പ്രശ്നമാണെന്നൊക്കെ. അപ്പോൾ ലവ് ആണെങ്കിൽ ഇവിടെ അലമ്പ്, അതുവാണെങ്കിൽ അപ്പോൾ ഇതൊക്കെ ABCDയുടെ അവൻ്റെ കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ എടുത്തുകൊണ്ടൊക്കെയാണ്. അപ്പോൾ അമ്മയാണെങ്കിൽ മേലെ കത്തിക്കാൻ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കത്തിക്കായിരുന്നു. ഞാനാണെങ്കിൽ ഷെൽഫാണ് ഇങ്ങനെ. ആ ലവ്വി ഇപ്പോഴാണ് ഇട്ട് ശ്രദ്ധിക്കണേ. ഞാനല്ലെങ്കിലും ശ്രദ്ധിക്കാറുണ്ട്. ലവ്വി ആണെങ്കിൽ ആ തൊട്ടിലിരിക്കണ സമയത്ത് അലമ്പാട്ടോ. അവളാണെങ്കിൽ അതുമൂന്ന് ഇറങ്ങി ചാടാനും. 6 മാസം തികഞ്ഞിട്ടില്ല കേട്ടോ. 6 മാസം ആയിട്ടുള്ളൂ. അപ്പോഴേക്കും അവൾ അലമ്പും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ നോക്കും, കുറച്ചൊന്ന് ആട്ടി കൊടുക്കും. പിന്നെ ഞാനാണെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ മാളും ഉണ്ട് കേട്ടോ. മീനു ദുബായിലേക്ക് പോയിക്കാണ് ജോബിന്. മാളും ഉണ്ട്. അപ്പോൾ മാളൂനാണെങ്കിൽ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, എടി മാളു റെസ്ക്യൂ ചെയ്യാൻ അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ പാടി മാളു. ഇവർക്ക് എല്ലാവർക്കും ലവ്യനെ ഇഷ്ടമാണ്. ചെറിയ എല്ലാവർക്കും ഇഷ്ടമല്ലോ. അപ്പോൾ ഞാൻ മാളൂനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മാളു ആണെങ്കിൽ ലവ്യനെ എടുത്തു. ഞാൻ കഴിഞ്ഞൊരു മൾബറിയുടെ വീഡിയോയിൽ മാളൂൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിലാണെങ്കിൽ ഞാൻ അവളുടെ എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. ചാർജിൽ കുത്തിയിട്ടുണ്ടായിരുന്നു. അവൾ വരുന്ന സമയത്ത് ചാർജിൽ എന്തായിരുന്നു. ഇല്ലെങ്കിൽ ഞാൻ അവളെ കാട്ടിത്തരാം. ഇനി എപ്പോഴെങ്കിലും വ്ളോഗ് എടുക്കുന്ന സമയത്ത് ഞാൻ മാളൂനെ കാട്ടിത്തരാവേ. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്നും മാളൂനെ കാണുമ്പോൾ ചോദിക്കായിരുന്നു, മാളൂൻ്റെ സിസ്റ്ററാണോ ഞാൻ, അല്ലെങ്കിൽ എൻ്റെ അനിയത്തിയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞങ്ങൾ ഏകദേശം ഒരു ചായയൊക്കെ ഉണ്ടെന്ന് പറയാറുണ്ട്. അങ്ങനെ അപ്പോൾ ഒതുക്കലും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ആയിരുന്നു. അതുവാണെങ്കിൽ തൊട്ടപ്പുറത്തുണ്ട്. ഞാൻ നോക്കുമ്പോൾ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് വിശന്നിട്ടാന്ന് പറഞ്ഞാൽ ആരോടും ചോദിക്കാണ്ട് അവനാണെങ്കിൽ കുറുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒറ്റയ്ക്ക് കുറുക്ക് കൊടുത്ത് തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ ചോദിച്ചൊന്നുമില്ല. പാപ്പാത്തിന്നാട്ടോ പറയാം. പാപ്പാത്തി ഒന്നും ചോദിച്ചില്ല. ബട്ട് സ്റ്റിൽ അവൻ പോയിട്ടെടുത്ത് കഴിക്കണ്ടായിരുന്നു. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ ലവ്വിക്കാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ എടുത്ത് നടക്കുക, അല്ലെങ്കിൽ അവളെ നിലത്തിട്ടിട്ട് അവൾക്കിങ്ങനെ ചാടി തുള്ളിപ്പോവുക. ഇതൊക്കെയാണ് അവളുടെ എൻജോയ്മെൻറ്റും അവളുടെ എൻ്റർടൈൻമെൻറ്റും കേട്ടോ. പിന്നെ അമ്മ അതിൽ കൂടെ പോകുന്നുണ്ട്. ഞാനപ്പോൾ അമ്മയോട് എന്തൊക്കെയാണ് പറയുന്നുണ്ട്, മാളൂനെ വിളിക്കട്ടെ എന്നോ അതാന്ന് തോന്നുന്നു ഞങ്ങൾ സംസാരിക്കണ്ടായിരുന്നത്. ഞാനാണെങ്കിൽ ഇത് കുറേ നാളത്തെ സംഭവങ്ങളാട്ടോ. ഇതാണെങ്കിൽ ഈ റൂമിൽ ശരിക്കും അച്ഛനാണ് കിടക്കാറ്. ഞാനും അമ്മയും അതും അടിയത്തെ റൂമിലാണ് കിടക്കാറ്. പിന്നെ ഏട്ടനൊക്കെ ഉള്ള സമയത്ത് ഞാൻ മേലാട്ടോ പോയി കിടക്കാറ്. രാവിലെ ആണെങ്കിൽ ഞാനൊരു സംഭവം ഫുഡൊന്നും കഴിച്ചിട്ടില്ല. വിശന്നിട്ട് വയറ് കത്തിയിരിക്കുകയാണ്. അപ്പോൾ കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ, പ്ലം കേക്ക്. അപ്പോൾ പ്ലം കേക്ക് എടുത്ത് തിന്നാണ്. പിന്നെ അച്ഛനാണെങ്കിൽ പുറത്ത് പോയിക്കായിരുന്നു. എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി അച്ഛൻ പുറത്ത് പോയിക്കായിരുന്നു. അപ്പോൾ അമ്മയാണെങ്കിൽ വേഗം ടൈം കൊണ്ട് ഞാൻ പറഞ്ഞു എന്തിട്ടാ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട, ചോറ് മതി. ചോറിന് എനിക്ക് പൊട്ടാറ്റോ ഇങ്ങനെ എന്താ പറയുക ഫ്രഞ്ച് ഫ്രൈസ് പോലെ അല്ലാണ്ട് അതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു എണ്ണയിൽ വറുത്തെടുക്കണ സംഭവം മസാലയൊക്കെ പറ്റിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നാൽ ഞാൻ പറഞ്ഞു അത് തന്നെ വന്നിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചു കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ പൊട്ടാറ്റോൻ്റെ സംഭവം. പിന്നെ അതുപോലെ തന്നെ ചിക്കനും വറുത്തതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ചിക്കനും തന്നു. എനിക്കിങ്ങനെ എന്തെങ്കിലും ഇതുപോലത്തെ ആ പൊട്ടാറ്റോ മാത്രം മതിയിട്ട് എനിക്ക് ചോറ് കഴിക്കാൻ സത്യം പറയുകയാണെങ്കിൽ. ചിക്കൻ വേണമെന്നില്ല. എനിക്ക് അങ്ങനെ ഇഷ്ടമുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു സംഭവം മാത്രം മതി കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ ഫുഡ് കഴിക്കണ നേരത്ത് ഓടിപ്പോയപ്പോൾ ലവ്യു ഉറക്കത്തിൽ നിന്ന് എണീച്ചിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഞാൻ വേഗം പോയി. അതാ പറഞ്ഞ ആ സംഭവം ഉള്ളതുകൊണ്ട് ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളായിരുന്നു കേട്ടോ. അവിടാണെങ്കിൽ ഇപ്പോൾ ഈ തലോണൊക്കെ കടന്നു പോയിരുന്നു. അരിക്കോരി എറിയുന്നുണ്ട്. അതുമാണ് ഇതേ പാത്രത്തിൽ ABCD എതിർത്ത് നടക്കും. ഇതൊക്കെയാണ് അവൻ്റെ എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ വിശക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര വിശക്കുന്നുണ്ടെങ്കിൽ അവൻ തന്നെ സ്പൂണിൽ കോരി തിന്നും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ കറക്റ്റ് ടൈമിലൊക്കെ കൊടുക്കുന്ന സമയത്ത് അവൻ അങ്ങനെ കഴിക്കില്ല കേട്ടോ. എന്നാണ് ഞാൻ ഫോണിൽ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിനാണെങ്കിൽ ഹൈറ്റ് വെച്ചിട്ടാണ് വരുന്നത്. ക്ഷീണമാണ് ഇപ്പോൾ അവന് നന്നായി ഹൈറ്റ് വെച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കണ്ട ആദ്യം ഇതല്ലാതെ വേറെ സ്റ്റെപ്പ് കളിക്കട. അപ്പോൾ അവൻ ഈ സ്റ്റെപ്പാണ്. എന്തെങ്കിലും പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ഓടി പാഞ്ഞ് പറന്ന് വന്നിട്ട് ഈ സ്റ്റെപ്പൊക്കെ കളിക്കും കേട്ടോ. പിന്നെ അവൻ്റെ ഈ ടോയ്സ് ഇപ്പോൾ കാറിനോട് ഇപ്പോൾ വലിയ ക്രേസോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ലെറ്റേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. ABCD ഒക്കെ ഇങ്ങനെ ലെറ്റേഴ്സ് വായിക്കും. പിന്നെ അവനാണെങ്കിൽ നമ്പേഴ്സ് ഇഷ്ടമാണ്. പിന്നെ കാറ് അവൻ്റെ ആ മറ്റേ വണ്ടി ഉണ്ട്, ആ 2 വണ്ടി എടുത്തിട്ട് കളിക്കും. അതിലാണെങ്കിൽ സോങ് ഒക്കെ വരും, അത് കളിക്കും. പിന്നെ അവനാണെങ്കിൽ ഒരു സൈക്കിൾ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ചിലപ്പോൾ കിടന്ന് ഉന്തും. അല്ലാണ്ട് ഇപ്പോൾ വല്ലാണ്ട് ഇങ്ങനെ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. എന്നായിരുന്നു ഫുള്ള് പഠിക്കുമോ ചോദിച്ചില്ല. എന്നാലും ഈ വക ലെറ്റേഴ്സും ഇതൊക്കെ ഇരുന്നിട്ട് ഓരോന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾക്കാണെങ്കിൽ നേരം പോവും ചെയ്യും കേട്ടോ. ഞാനാണെങ്കിൽ ഇങ്ങനെ ഒരു ടോയ്സൊക്കെ എന്തെങ്കിലും മേടിച്ചു കൊടുക്കും, ഇതുപോലത്തെ ഒക്കെ മേടിച്ചു കൊടുക്കും. അപ്പോൾ അവനാണ് എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും.
അങ്ങനെ നമുക്ക് റെസ്റ്റും കിട്ടും എന്നൊക്കെ ഞാനും ആദുവിനും ഇങ്ങനെ പറയാം. ആദു ഞാൻ വേണമെങ്കിൽ എൻ്റെ വോയിസ് ഇവിടെ കൊടുക്കാട്ടോ അവൻ പറയുന്നത്. ഞാനും അച്ഛൻ്റെ പേരെന്താ അങ്ങനെ ഞാനും അതും ഞങ്ങൾക്ക് തമ്മിൽ ഓരോ കളികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ചിരിയൊക്കെ കാര്യങ്ങളൊക്കെ വരണത്. അപ്പം അങ്ങനെ അതൊക്കെ ആദുവിന് ഫുഡൊക്കെ അച്ഛനമ്മയും കൂടിയിട്ട് കൊടുത്തു കേട്ടോ. അപ്പോഴേക്കും പിന്നെ ഞാനും അതും കൂടി കുളിച്ച് വന്നപ്പോഴേക്കും ലവ്വി കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ പുറത്തേക്ക് പോകണ്ടായിരുന്നു. അപ്പോൾ അതേ ക്യാപ്പൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ലവ്യു ബാബി. ആദൂനാണെങ്കിൽ എൻ്റെ പോലെ ക്യാപ്പ് വെക്കണില്ല എന്നുകൊണ്ട് ഞങ്ങൾ ഒരേപോലെ ആയിരുന്നു എന്നൊക്കെ. പിന്നെ ഇത് യാതൊരു സ്നേഹപ്രകടനവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ലവ്യു ബാബിക്ക്. പിന്നെ പുറത്ത് പോകുന്ന സമയത്താണെങ്കിൽ ലവ്വിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ടോ. ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ എന്നെ നോക്കിയിട്ട് ഇങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അത് കണ്ടപ്പോൾ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, അങ്ങനെ അച്ഛനാണെങ്കിൽ പോകുന്നതല്ല കാണാൻ പോയി. ഞാനും ആദും അമ്മയും ലവ്യും കൂടിയിട്ട് അമ്മാമ്മയുടെ അടുത്ത് പോയി. പിന്നെ നൈറ്റ് ആയിട്ടോ ഒരു 7-8 വീട്ടിലെത്തിയപ്പോൾ പിന്നെ അവന് ജ്യൂസൊക്കെ മേടിച്ചു കൊടുത്തു. അപ്പോൾ ഇത്രയുള്ള ഞങ്ങളുടെ മിനി വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്